കാവുങ്ങൽ അഗ്രോടെക് എന്ന് പറയുന്ന ഒരു വലിയൊരു അഗ്രികൾച്ചർ ഡിവിഷൻ ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷിജിത് കാവുങ്ങലിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സന്തോഷം. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം ഈ കാവുങ്ങൽ അഗ്രോടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മണ്ണുത്തിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ സാധാരണക്കാരും അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും താങ്കളെമാരി ഒരു ചെറുപ്പക്കാരൻ ഇതേമാതിരിയുള്ള ഒരു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് എങ്ങനെയാണ് കടന്നു വരാനുണ്ടായത്? കാരണം ഇതിലൊരു എൻ്റെ സുഹൃത്ത് ജസ്റ്റിൻ പറഞ്ഞത് വ്യത്യസ്തമായിട്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണിത് ആദ്യമായിട്ട് തുടങ്ങിയത്. ആൾ തന്നെയാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീജിത്ത് കുമാർ. എൻ്റെ പഠനകാലത്ത് പുള്ളിയുടെ ഒരു താല്പര്യപ്രകാരം ഇത് തുടങ്ങുകയും അത് നല്ല രീതിയിൽ അത് ഉന്നമനത്തിലേക്ക് എത്തിക്കുകയും എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്കത് സാധിച്ചു. അതിനുള്ളൊരു അടിത്തറ ഇട്ട് തന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്, ശ്രീജിത്ത് കുമാറാണ്. ഇന്ന് കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ MD-യാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ സാധാരണ മണ്ണുത്തിയിൽ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകോർപ്പറേഷൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. സാധാരണഗതിയിൽ ജ്യേഷ്ഠാനിയന്മാരാണ്. അപ്പം ഒരു പ്രൊപ്പറേറ്ററി കൺസേൺ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? 1992 കാവുങ്ങൽ ഏജൻസി ആയിരുന്നു ഇതിൻ്റെ ഉത്ഭവം. അന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീജിത്ത് കുമാർ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ആയിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ് രണ്ടാമത്തെ ബ്രദർ ജിജിത് കുമാർ അതിൽ ജോയിൻ ചെയ്യുകയും പിന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നി അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ വരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം എൻ്റെ പഠനശേഷം വന്നപ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് 2010 നമ്മളിത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. സാധാരണഗതിയിൽ മലയാളികൾക്ക് പ്രാപ്യമാവാത്തൊരു കാര്യമാണ് ജ്യേഷ്ഠാനിയന്മാർ കൂടിയിട്ടൊരു ഇൻഡസ്ട്രി നടത്തുക. അതുപോലെ തന്നെ അതിലും വിശിഷ്ടമായിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സാധ്യമായിട്ടുള്ളത്? ഇതിൻ്റെ വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഇപ്പം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ശ്രീജിത്ത് കുമാർ ആണെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ പറയും MBA ഒന്നും എടുക്കണ്ട, അതിനായിട്ട് വലിയ പുള്ളി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ ഒരു MBA-നായിട്ട് അതിയുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ് ടെക്നിക്സ് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ജ്യേഷ്ഠനാണെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ പരമായിട്ടും സയൻറ്റിഫിക് പരമായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എൻ്റെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PRO ആക്ടിവിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്, കമ്പനികളായിട്ടും സപ്ലൈസായിട്ടും ഇതാണ്. അപ്പോൾ 3 പേരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഴിവുകൾ അവർ ഉത്ഭവിച്ചിട്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോവുകയാണിത്. അതേപോലെ തന്നെ വീട്ടിലും അമ്മയും ഞങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ ഒരു രീതിയിലാണിത് പോകുന്നത്. അതുകൊണ്ടാണ് ഫാമിലിപരമായിട്ടും ഞങ്ങൾ നല്ല രീതിയിലും പ്ലസ് ഞങ്ങൾ സഹോദരപരമായിട്ടും നല്ല രീതിയിൽ ഈ ബിസിനസ്സും ഫാമിലി നന്നായിട്ട് പോകുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ നഴ്സറി സെക്ടറിൽ 2 സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. പോസിറ്റീവായിട്ട് വന്നത് നിങ്ങൾക്ക് ഈ എന്താ പറയുന്ന കോവിഡ് സമയത്ത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സംവിധാനത്തിൽ എല്ലാവരും കൃഷിയിലേക്കും അതേമാതിരി പൂന്തോട്ടം സംവിധാനങ്ങളിലേക്കൊക്കെ കടന്നു വന്നത് നിങ്ങൾ തന്നെ ബിസിനസ്സിന് ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് മുൻപുണ്ടായിട്ടുള്ള ഫ്ലഡ്. അപ്പോൾ ഇത് രണ്ടിനും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? എന്താണ് അതിനെ കുറിച്ചിട്ട് നമ്മളോട് പറയാനുള്ളത്? നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ സീസണിലാണ് നമ്മുടെ പ്രകൃതിയായിട്ട് ആണ് നമ്മൾ ഇണങ്ങിച്ചേർന്നാണ് ചെയ്യുന്നത്. കൊറോണ സമയത്ത് നല്ലൊരു എല്ലാവരും വീട്ടിലായതുകൊണ്ടും അവർ സ്വന്തമായിട്ട് അവർ കൾട്ടിവേഷൻ പ്രാക്ടീസസ് തുടങ്ങുകയും അഗ്രികൾച്ചർ അവർ സ്വന്തമായിട്ട് അവരുടെ വീട്ടാവശ്യങ്ങൾക്കായുള്ള പച്ചക്കറി ഡെവലപ്പ് ചെയ്യുകയും പൂന്തോട്ട കൃഷികളിലേക്കൊക്കെ ഇറങ്ങി. അത് നല്ല രീതിയിൽ അത് നല്ല ഗ്രോത്ത് ഉണ്ടായി, നമുക്ക് നല്ല രീതിയിൽ അത് പോയി. പിന്നെ അതിൻ്റെ വേസ്റ്റ് കണ്ടീഷനിലേക്കും വരികയും ചെയ്തു. നമ്മളത് റോഡ് സൈഡിലിട്ട് ചട്ടി വെക്കേണ്ട അവസ്ഥ വരെ ആൾക്കാരിലേക്ക് വന്നു തുടങ്ങി. അതിൻ്റെ പകരം നമ്മളിപ്പോൾ ഫ്ലഡ് പറയുകയാണെങ്കിൽ ഫ്ലഡിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ലാൻഡും നമ്മുടെ ഫ്ലഡഡായി, നമുക്ക് കൃഷിനാശങ്ങൾ കുറേ ഉണ്ടായി. പക്ഷേ കൃഷി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കർഷകൻ എപ്പോഴും പ്രകൃതിയായിട്ടൊരു മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് അവൻ എത്ര നഷ്ടപ്പെട്ടാലും അത് ആൾക്കാർ അതിലേക്ക് ആ സമയമാകുമ്പോൾ നമ്മൾക്കൊരു സംതൃപ്തിയാണ്. അതിൽ നിന്നുള്ളൊരു വരുമാനം മാത്രമല്ല അവർ കാണുക. ചിലവരത് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിൽ കൂടെ ചെയ്തിട്ട് അവർ ഒരു സംതൃപ്തിയും കൂടി അവർക്കൊരു അതിലൊരു ഇതുണ്ട്.
അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഉള്ള നിലവിൽ നിങ്ങൾ നോക്കി. ഞങ്ങൾ മെയിനായിട്ട് ലാൻഡ് പ്രിപ്പറേഷൻ എക്യുപ്മെൻറ്റ്സ് ടു ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ അഗ്രികൾച്ചർ പറയുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ മെഷീനറി കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ മെഷീനറിയുടെ ഒരു സീസണൽ രീതിയിലും ഇപ്പോൾ മെഷീനറിക്ക് SMAM എന്നൊരു പദ്ധതി, സ്മോൾ മെക്കനൈസ് അഗ്രി മെഷീനറിയുടെ ഒരു മെക്കനൈസേഷൻ പദ്ധതി വന്നതോടുകൂടി സബ്സിഡൈസ് റേറ്റിലാണ് മെഷീനറി കിട്ടുന്നത്. അത് പല രീതിയിലും അതിൻ്റെ പ്രോപ്പർ ആവാത്തത് കൊണ്ടും കർഷകർക്ക് ടൈംലി സബ്സിഡി കിട്ടാത്തത് കൊണ്ടും മിഷനറി ലെവലിൽ കോൺസെൻട്രേഷൻ നമ്മൾ ഇപ്പോൾ ഒന്ന് ചുരുക്കി കൊടുന്ന് നമ്മൾ അഗ്രികൾച്ചർ ഇൻപുട്സിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ബയ്യൻ ഫാമിൽ അത്യുൽപാദന ശേഷിയുള്ള സീഡ്ലിങ്സുകൾ നമ്മൾ ഉണ്ടാക്കി കർഷകർക്ക് കൊടുക്കുകയും അതിൽ സീസണൽ ഫ്ലവേഴ്സിൻ്റെ, അതായത് അലങ്കാര ചെടികളും ഓർണമെൻ്റൽസിലും ഫ്രൂട്ട്സ് കുറച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സീഡ്ലിങ്സ് പ്രൊഡക്ഷനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ സിസ്റ്റർ കൺസേൺ ബെസ്റ്റ് പെസ്റ്റ് കൺട്രോളും നമ്മൾ അർബൻ പെസ്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയുമായിട്ട് ഈ 3 വെർട്ടിക്കലിലാണ് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്. കേരളത്തിലെല്ലാവരും തമാശയായിട്ടെങ്കിലും പറയാറുണ്ട് മട്ടുപ്പാവിലെ കൃഷിന്ന്. അതേമാതിരി അപ്പോൾ താങ്കളുടെ കസ്റ്റമേഴ്സിൽ വരുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ മട്ടുപ്പാവിലെ കൃഷി എന്നുള്ള കൺസെപ്റ്റായിട്ട് വരുന്നവരാണോ, അതോ റിയൽ ഫാമിംഗ് സംവിധാനത്തിൽ നല്ല വിഷമില്ലാത്ത അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും ഫുഡും നമുക്ക് വേണമെന്നുള്ള കാഴ്ചപ്പാടിലൂടെ റിയലായിട്ടുള്ള ഫാർമേഴ്സ് ആണോ നിങ്ങളുടെ റിയൽ കസ്റ്റമേഴ്സ്? നമ്മുടെ ഇവിടെ ഓൾ കേരള ഈ കടയിലേക്ക് പല ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. 2 രീതിയിലുള്ള ആൾക്കാരും വരാറുണ്ട്. നമുക്കിപ്പോൾ ഫാമിംഗ് നല്ല രീതിയിൽ ഹൈ സ്കെയിലിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ടെറസിൻ്റെ മേലെ, അതായത് മട്ടുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരും ഇവിടെ വരാറുണ്ട്. അവരുടെ സംതൃപ്തിക്കായിട്ടുള്ള പച്ചക്കറി, ബിക്കോസ് പച്ചക്കറി നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പുറത്തുനിന്നായിട്ടും റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ മാനുഫാക്ചർ, ബട്ട് നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഇറ്റ്സ് എ ഹെൽത്തി ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് മട്ടുപോലെ കൃഷി അധികം കൊണ്ടുപോകുന്നത്. അതിലും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുള്ള മട്ടുപോലെ ചെയ്തിട്ടുള്ള ആൾക്കാരും നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. വേറൊരു കാര്യം ആൾക്കാർക്ക് അറിയാൻ താല്പര്യം, സാധാരണ രീതിയിൽ ഇതൊരു കണ്ടിന്യൂസ് കസ്റ്റമർ എല്ലാ വർഷവും വരുന്നൊരു പ്രോസസ്സാണോ താങ്കളുടെ എക്സ്പീരിയൻസിൽ ആൾക്കാരെ കാണുവരുന്നത്, അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് ഇടയ്ക്ക് വന്നു പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്നു, അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണോ കൂടുതൽ, അതോ ടെൻറ്റേറ്റീവായിട്ട് വരുന്നവരാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ തരം തിരിക്കുമ്പോൾ അതിനുള്ള രീതി? അത് ഏകദേശം ഒരു 90% കസ്റ്റമേഴ്സും നമുക്ക് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഒരു 10% ഇതിൻ്റെ ഒരു കൗതുകം, ഇപ്പോൾ ഞാറ്റുവേലയ്ക്ക് കുറച്ച് പേര് ചെയ്യും, പച്ചക്കറി ചെയ്യും. അതേപോലെ ഓണത്തിന് കുറച്ച് പേര് പൂക്കൃഷി ചെയ്യും. അതൊരു ഡെലിബറേറ്റ്ലി എന്നല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വല്ലപ്പോഴും ആൾക്കാർ ഒരു ഫ്ലോട്ടിംഗ് ക്രൗഡ് എന്നുള്ള രീതിയിൽ ഒരു 10-20% കയറി വരാം. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആൾക്കാർ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോവുക എന്നതിലുപരി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആഫ്റ്റർ സർവീസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഗ്രോ അപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? അതിന് പൈസ ഈടാക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് ആൾക്കാർ ആ സേവനം അവൈൽ ചെയ്യാറുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു രീതി? ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറും പ്രകൃതിയായിട്ടും മല്ലിട്ടടിക്കുന്ന ഒരു വ്യക്തിയുള്ള നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും അവർക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരു 10 വർഷം മുമ്പ് നമ്മൾ ജോസ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ജോയിൻ്റ് ആയിട്ട് അഗ്രികൾച്ചറാണ്. പുള്ളിയുടെ സേവനം ഇവിടെ ഫ്രീ ആയിട്ട് 3 ദിവസം കൊടുക്കുന്നുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി കാലത്ത് 10 മണിക്ക് തൊട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയുള്ള സമയത്ത് ആളുടെ സേവനം ലഭ്യമാണ്. നിങ്ങൾ കർഷകർക്ക് ഏതൊരു ടൈം അവരെ സംശയ നിവാരണങ്ങളും വിളിച്ച് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സൈറ്റിൽ പോയിട്ട് ഓൺലൈനിലും പിന്നെ അവർക്ക് പിക്ക് ചെയ്ത് അവർ സൈറ്റിൽ കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇതിന് യാതൊരു ചാർജസും നമ്മൾ ഈടാക്കുന്നില്ല. ആസ് എ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ഓൺ ദ ബിസിനസ് അല്ലെങ്കിൽ ഇൻ ദ ബിസിനസ് എന്നുള്ള സംവിധാനത്തിൽ താങ്കൾ ഈ കേരളത്തിൽ ഈ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി നടത്തുന്നതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താറുണ്ടോ? ഞാൻ നല്ല രീതിയിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പാഷനോട് കൂടി ചെയ്യുന്നതാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജി കൊണ്ടുവരാനായിട്ട് പുറത്ത് പോയിട്ടും നമ്മൾ വിദേശത്ത് പോയിട്ട് അത് കൊണ്ടുവരാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പല രീതിയിലും പല കൊളാബറേഷൻസുകളും ചെയ്യാറുണ്ട്. അഗ്രികൾച്ചർ മെഷീനറി മാനുഫാക്ചർ അസോസിയേഷൻ കേരള ചാപ്റ്റർ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇതിനെ അഭിമുഖീകരിച്ച് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ട്
സാധിക്കാറുണ്ട്. ബിസിനസ് എൻജോയ് ചെയ്തിട്ടാണ് നിങ്ങൾ ജ്യേഷ്ഠാനിയന്മാരെല്ലാവരും കൂടി ഇത് ചെയ്യുന്നത്. വളരെ നല്ല കാര്യം. നെക്സ്റ്റ് ഒരു ചോദ്യം, ഇതേമാതിരിയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ പലരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന താങ്കളുടെ ഒരു സിംഗിൾ സെന്റൻസ് മെസ്സേജ് എന്തായിരിക്കും? ഇതിൽ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള പ്രൈസ് ഹൈക്കുകൾ ഉണ്ടാവാറുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ നമ്മുടെ അതായത് നമ്മുടെ ലാൻഡ് ഏരിയനനുസരിച്ചാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ മണ്ണുത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും, അതായത് വിത്ത് മുതൽ കൊയ്ത്തുമതി യന്ത്രം വരെ എന്നുള്ള ടാഗ് ലൈനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും ഏതിലായാലും. ചിലപ്പോൾ സീഡ്സ് ആയിരിക്കും, ചിലപ്പോൾ ഫെർട്ടിലൈസർ ആയിരിക്കും, ചിലപ്പോൾ മിഷനറി ആയിരിക്കും, ചിലപ്പോൾ സീഡ്ലിങ്സ് ആയിരിക്കും. അപ്പോൾ ഏതിലെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ മാത്രം പോയി നിൽക്കരുത്. അതിനുള്ള സാങ്കേതികകൾ ആ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മൾ നോക്കുക. അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൽ എത്ര രീതിയിൽ നമുക്ക് നല്ലതായിട്ട്, ഇപ്പോൾ നമുക്ക് കൃഷിഭവന ഉണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇവരുടെയൊക്കെ ഹെൽപ്പ് എടുത്ത് കർഷക കൂട്ടായ്മകളുണ്ട്. ഇവരൊക്കെ നമ്മൾ ലൈസനിങ് ആയി നിന്നാലാണ് നമ്മൾക്ക് ഇതിൽ ഉയരാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ട ടെക്നോളജി, ചിലപ്പോൾ നമുക്ക് അതിൽ വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ ടെസ്റ്റിംഗ് ലാബുകൾ ഇന്ന് IIT ഖടഗ്പൂർ ഉണ്ടാക്കിയിട്ടുള്ള 50,000 രൂപ വരെ മെഷീൻസ് വരെയുണ്ട്. മൊബൈൽ ലൈൻ റിപ്പോർട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ പല രീതിയിലുള്ള ടെക്നോളജി പരമായിട്ട് കൊണ്ടുവന്ന് അതിനെ എൻഹാൻസ് ചെയ്ത് പഠിക്കാനും അത് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരിക്കലും ഇതിൽ ഫെയിലിയർ ആവില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളതാണ്. സാധാരണഗതിയിൽ ഒരുപാട് ആൾക്കാർ ഇന്നത്തെ ഒരു ട്രെൻഡാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ വളരെ ഗംഭീരമായിട്ട് കേൾക്കുന്നു, അതിന് വളരെ വലിയ ഫീസ് ഈടാക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പല ക്ലാസ്സുകളും. അങ്ങനത്തെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഇൻഡസ്ട്രി തുടങ്ങുന്നതാണോ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബേണിംഗ് എക്സ്പീരിയൻസിലൂടെ ഇൻഡസ്ട്രി തുടങ്ങുന്നതായിരിക്കും? ഏതായിരിക്കും നിങ്ങൾക്ക് ഇവർക്ക് പുതു തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ പഠനശേഷം ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമുക്ക് റൂറൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് 6 മാസം. അതിൽ നമ്മൾ കൂടുതലും ഇൻഡസ്ട്രിയലായിട്ടാണ് നമ്മൾ അധികം പോയിട്ട് പഠിച്ചിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് ലേണിംഗ് പ്രോഗ്രാം തന്നെ EDP ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് നമ്മൾ പോയി അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പഠിച്ചാലാണ് നമുക്കറിയുള്ളൂ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് കേട്ടു കുറച്ച് നേരം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞു. നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ ലൈഫ് ലോങ് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാലും നമ്മൾ ഈ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മകൾ പല ഓർഗനൈസേഷനിലും ഉണ്ട്. പല ഇതുണ്ട്. വിജയഭവ, ഞാനിപ്പോൾ വിജയഭവ മെമ്പറാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കുറേ ലേണിങ്സ്, കുറേ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ, ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു ആശംസയാണ് പറയാനുള്ളത്. കേരളത്തിന്റെ അഗ്രികൾച്ചർ ഹബ്ബായ മണ്ണുത്തിയിൽ എന്നും കാവുങ്ങൽ അഗ്രോടെക് പഴയ പ്രതാപത്തോടു കൂടി തന്നെ തലയുയർത്തി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു, നമസ്കാരം.